താങ്ക് യു സോ മച്ച് സാർ. നവോത്ഥാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, കേരള നവോത്ഥാനം, അത് നമ്മുടെ സമകാലിക കേരളത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നവോത്ഥാനം എന്താണോ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നത്, നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും കേരള സമൂഹത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായി വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളുടെ നിരന്തരമായ ഇടപെടലുകൾ നടന്നിരുന്നു. അതാണ് ഇന്നത്തെ കേരളം സൃഷ്ടിച്ചെടുത്തത്. അതിൻ്റെ അകത്ത് നമുക്ക് നാരായണ ഗുരുവിനെ പറ്റി സെബാസ്റ്റ്യൻ സാറ് രാവിലെ സംസാരിച്ച് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. സണ്ണിയം കബിക്കാട് സംസാരിച്ചു. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഓവർലാപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം വളരെ വിശാലമായ ഒരു ഏരിയയാണ് എല്ലാവരും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാര്യം കൂടി ജസ്റ്റ് സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനിലോട്ട് കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ അക്കാഡമിക് ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ്. ഞാൻ ഇതിനാണ് അയ്യങ്കാളിയെ പറ്റി റിസർച്ച് ചെയ്യുന്നത് എന്നൊരു സംശയം ചിലപ്പം ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ടൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മീനിങ്സ്, റീഡിങ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ലിറ്ററേച്ചർ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പ്രധാനമായിട്ടും ഇത്തരം ടെക്സ്റ്റ്, മീനിങ് അല്ലെങ്കിൽ റീഡിങ് ഇത്തരം കാര്യങ്ങളെ പറ്റി പൊതുവേ ഒരു കൺസേൺ കാണിക്കുന്ന ആളുകൾ. അപ്പോൾ ഞാൻ ശരിക്കും ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് എൻ്റെ ഒരു അക്കാഡമിക് ജേർണിയിലുണ്ട്. ഞാൻ PhD മുതൽ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ PhD കൾച്ചറൽ സ്റ്റഡീസിലാണ്. ആ കൾച്ചറൽ സ്റ്റഡീസിൽ എൻ്റെ അതിൻ്റെ അകത്ത് സ്പെഷ്യലൈസേഷൻ ദളിത് സ്റ്റഡീസാണ്. എൻ്റെ MA എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ലിറ്റററി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസാണ്. ഡിഗ്രി എന്ന് പറയുന്നത് BA നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറാണ്. അപ്പോൾ കൾച്ചറൽ സ്റ്റഡീസും ദളിത് സ്റ്റഡീസും ഇതെല്ലാം കൂടിയും ശരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്ന ഇത് കൃത്യമായിട്ട് എനിക്ക് എൻ്റെ അക്കാഡമിക് ജേർണിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുകയും എന്നാൽ ലിറ്ററേച്ചറിനേക്കാൾ കൂടുതൽ കൾച്ചർ സ്റ്റഡീസും ഫിലിം സ്റ്റഡീസ് അത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇംഗ്ലീഷ് ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറി എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്നെ വളരെയധികം എൻ്റെ റിസർച്ചിനെയും എല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതനായ അയ്യങ്കാളിയെ പറ്റി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഞാൻ ഹിസ്റ്റോറിക്കൽ അയ്യങ്കാളി എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയ്യങ്കാളി 1864 ജനിച്ച് 1941 മരിച്ച തിരുവിതാംകൂറിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു അയ്യങ്കാളി 1864 ഇതിൻ്റെ അകത്ത് തെറ്റിപ്പോയി. 64 ഓഗസ്റ്റ് 28 ജനിച്ചത്. വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, നിങ്ങൾക്കറിയാം വിഴിഞ്ഞം അതിനൊക്കെ അടുത്തുള്ളൊരു വില്ലേജാണ് വെങ്ങാനൂർ എന്ന് പറയുന്നത്. അദ്ദേഹം പുലിയ ജാതിയിൽപ്പെട്ട ആളായിരുന്നു. അഗ്രസ്റ്റിക് സ്ലേവറി എന്ന് പറയുന്നതിനെ പറ്റി നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സ്ലേവറിയെ പറ്റിയിട്ട് എന്തുമാത്രം വർക്കുകൾ, ഇപ്പോൾ വിനിലിൻ്റെ ബുക്കിനെ പറ്റിയൊക്കെ നമ്മൾ പൊതുവെ സംസാരിക്കുന്നു. സനൽ മോഹൻ സാറ് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്ലേവറിയെ പറ്റിയിട്ടുള്ള റിസർച്ച് ചെയ്തിട്ടുണ്ട്. സനൽ മോഹൻ സാറ്, അടൂർ കെ രാമചന്ദ്രൻ നായർ, ശാരദാമണി തുടങ്ങിയിട്ട് പിന്നെയുണ്ട് KK കുസുമൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ കേരളത്തിലെ സ്ലേവറിയെ പറ്റി വളരെയധികം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം പുലിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അഗ്രസ്റ്റിക് സ്ലേവ്സ് ആയിരുന്നു. പക്ഷേ അയ്യങ്കാളി ജനിക്കുന്ന സമയത്ത് സ്ലേവറി അബോളിഷ് ചെയ്യപ്പെട്ടിരുന്നു, സാങ്കേതികമായിട്ട് മാത്രം. അത് പിന്നീടും തുടർന്നു എന്ന് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഭൂപരിഷ്കരണം നിലവിൽ വരുന്നത് വരെ ഈ സ്ലേവറി എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ പേര് മാല അയ്യൻ എന്നൊക്കെ ആയിരുന്നു. ഓക്കെ, 1891 അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തി എന്നാണ് പറയപ്പെടുന്നത്. കാരണം 1861 എന്നുള്ള കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല. 1863 എന്ന് പറയുന്നവരുണ്ട്. അയ്യങ്കാളിയുടെ 19ാം നൂറ്റാണ്ടിൽ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ പലതും നമുക്ക് രേഖകളില്ല. വില്ലുവണ്ടി യാത്ര നടന്നിട്ടുണ്ട്, പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ ഞാൻ 1890 മുതലുള്ള ദീപിക പത്രം മുതൽ, ദീപികയാണല്ലോ ആദ്യം തുടങ്ങി, ദീപിക, മനോരമ, അത് പിന്നെ ആ സമയത്ത് ഉള്ള മിഷണറി റൈറ്റിങ്സ് എല്ലാം ഞാൻ
എക്സ്റ്റെൻസീവായിട്ട് 1941 വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുപോലെ തന്നെ ഈ ചാലിയത്തെരുവ് ലഹള എന്ന് പറയുന്നത് 1898, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. ബാലരാമപുരം മാർക്കറ്റിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു റയറ്റ് ഉണ്ടാകുന്നുണ്ട്. ചാലിയത്തെരുവ് കലാപം എന്നാണ് പറയുന്നത്. ബാലരാമപുരം മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞു നിർത്തുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് 1898 എന്നാണ് പറയുന്നത്. ഇതിനും തെളിവില്ലാത്ത കാര്യങ്ങൾ ചരിത്രമാണോ എന്നൊരു ചോദ്യമുണ്ട്. തെളിവില്ലാത്ത കാര്യം ചരിത്രമാണോ? തെളിവില്ല എന്നതിൻ്റെ പേരിൽ ചില ആളുകളും ചില സംഭവങ്ങളും ചരിത്രത്തിൽ ഇല്ലാതാവാൻ പറ്റുമോ? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെ ദീപേഷ് ചക്രബർത്തി, സബാൾട്ടൻ ഹിസ്റ്റോറിയൻ ദീപേഷ് ചക്രബർത്തി പ്രോവിൻഷ്യലൈസിങ് യൂറോപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ വർക്കിനകത്ത് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഹിസ്റ്ററി കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നിരുന്ന ഒരു ധർമ്മമുണ്ട്. അത് എല്ലാ വിഭാഗം ആളുകളെയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ ഹിസ്റ്ററി വിൽ റിന്യൂ ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. നമ്മൾ ആർക്കൈവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചരിത്രം എഴുതാൻ അറിയില്ലാത്ത, വായിക്കാൻ അറിയില്ലാത്ത ആളുകൾ എങ്ങനെ ആർക്കൈവ് ക്രിയേറ്റ് ചെയ്യും? മറ്റുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. സ്വന്തമായിട്ട് ആർക്കൈവ് സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. 2, മറ്റൊരു പ്രധാനപ്പെട്ട സബാൾട്ടൻ ഹിസ്റ്റോറിയനായിട്ടുള്ള ഷഹീദ് അമീൻ, അദ്ദേഹത്തിൻ്റെ ഈവൻ മെറ്റഫർ ആൻഡ് മെമ്മറി എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ മറ്റൊരു പുസ്തകത്തിൽ ഈ സെയിം പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു സംഭവം നടന്നു എന്ന് പോപ്പുലർ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യേണ്ട ബാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആർക്കൈവ് ഇല്ല എന്നതുകൊണ്ട് നമ്മളത് അത് ഹിസ്റ്ററി അല്ലാതാവുന്നില്ല. മാത്രമല്ല, അത് വെരിഫൈ ചെയ്യേണ്ട ബാധ്യതയൊന്നുമില്ല. യു ഹാവ് ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഓക്കെ, അതാണ് ഇതിനെപ്പറ്റി പെട്ടെന്ന് പറയാനുള്ള മറ്റൊരു കാര്യം. 1904 അദ്ദേഹം ഈ സ്കൂൾ സ്ഥാപിക്കുന്നത് വെങ്ങാനൂർ. ആ സ്കൂൾ സ്ഥാപിക്കുന്ന അന്ന് വൈകിട്ട് തന്നെ അത് തകർത്ത് തീ വെച്ച് നശിപ്പിക്കുകയാണ്. ഈ കേരളത്തിൻ്റെ ഈ നവോത്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്കൂളുകളും പള്ളികളുമാണ്. നിങ്ങൾ ചാന്നാർ കലാപത്തെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഈ പറയുന്ന ദളിത് പല സ്ഥലങ്ങളിൽ നടക്കുന്ന റയറ്റ്സിൽ പ്രധാനമായിട്ടും ആളുകൾ ശ്രദ്ധിച്ചിരുന്നത്, അതായത് അപ്പർ കാസ്റ്റ് ആളുകൾ പ്രധാനമായിട്ട് ശ്രമിച്ചിരുന്നത് സ്കൂളുകളും അതുപോലെ പള്ളികളും തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് കുറേ നോക്കിയിട്ടുണ്ട്. ഈ ചാന്നാർ കലാപത്തിൻ്റെ സമയത്ത് മിഷണറിമാർ വളരെ എക്സ്റ്റെൻസീവായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പള്ളികൾ, എത്ര സ്കൂളുകൾ, എന്തിനാണ് സ്കൂളുകൾ തകർക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓടിട്ട വീടുകൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തകർക്കുന്നുണ്ട്. എന്താണ് ഓടിട്ട വീടിൻ്റെ പ്രത്യേകത, സ്കൂളിൻ്റെ പ്രത്യേകത, പള്ളിയുടെ പ്രത്യേകത? 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചർച്ച് എന്ന് പറയുന്നത്. മിഷണറി ചർച്ചസ്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ ലിറ്ററേറ്റ് ആക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്കൂൾ ആദ്യത്തെ ദിവസം തന്നെ തകർക്കപ്പെട്ടു. അത് വീണ്ടും അന്ന് തന്നെ അത് വീണ്ടും അവർ റീകൺസ്ട്രക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് 1910 ട്രാവൻകൂർ എഡ്യൂക്കേഷൻ കോഡ് എന്ന് പറയും. ട്രാവൻകൂർ എഡ്യൂക്കേഷൻ കോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കരുത് എന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത ഡോക്യുമെൻ്റാണ് ട്രാവൻകൂർ എഡ്യൂക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, തിരുവിതാംകൂറിൽ അതിനു മുമ്പ് വിദ്യാഭ്യാസത്തിനുള്ള പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറയുന്നത് മിഷണറി സ്കൂൾസ് മാത്രമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് സ്കൂൾസിൽ ദലിത്സ് OBCസിനൊന്നും പ്രവേശനമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 1910 ഈ കോഡ് നിലവിൽ വരുന്നത്. നിങ്ങൾക്കറിയുമോ എന്നറിഞ്ഞുകൂടാ. ഇതിനെ പറ്റിയിട്ടാണ്, ഈ കോഡ് നിലവിൽ വന്ന ശേഷമാണ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ സ്വദേശാഭിമാനിയിൽ വളരെ പ്രശസ്തമാണോ നൊട്ടോറിയസ് ആണോ എനിക്ക് അറിഞ്ഞുകൂടാ, എഡിറ്റോറിയൽ എഴുതുന്നത് എന്താണ്, ഉയർന്ന ജാതിക്കാരെയും താഴ്ന്ന ജാതിക്കാരെയും ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുന്നത് പോത്തിനെയും കാളയെയും ഒരുമിച്ച് ഒരു നുഖത്തിൽ കെട്ടി ഒഴുകുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് ഇതിനോടുള്ള റെസ്പോൺസാണ്. ഓക്കെ, അപ്പോൾ 1910 ഈ ട്രാവൻകൂർ എഡ്യൂക്കേഷൻ കോഡ് നിലവിൽ വന്നെങ്കിലും 1914 ശരിക്കും പറഞ്ഞാൽ, നിങ്ങൾ ഊരുട്ടമ്പലം കലാപത്തെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും, പുറകെ വരുന്നുണ്ട്. ഊരുട്ടമ്പലം കലാപം എന്ന് പറയുന്നത്, അതിലാണ് അദ്ദേഹം ഊരുട്ടമ്പലം സ്കൂളിലെ ഒരു പെൺകുട്ടിയെ
അഡ്മിഷന് വേണ്ടി ഈ ട്രാവൻകൂർ എഡ്യൂക്കേഷൻ കോഡ് നടപ്പിലാകുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും പരാതി കൊടുക്കുന്നു. അനുകൂലമായിട്ടുള്ളൊരു ഓർഡർ സംഘടിപ്പിച്ച് അതുമായിട്ടാണ് ഊരുട്ടമ്പലം സ്കൂളിലേക്ക് പോകുന്നത്. അവിടെയും പ്രവേശനം കിട്ടുന്നില്ല. അത് അയ്യങ്കാളി ബലമായിട്ട് അവിടെ കുട്ടിയെ കയറ്റി ഇരുത്തിയെന്നാണ് പറയുന്നത്. അത് നമ്മുടെ സാധാരണ എഴുതപ്പെട്ടിട്ടുള്ള നമ്മുടെ ബയോഗ്രഫിയിലൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫീൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വെങ്ങാനൂരിൽ ചെന്നിട്ട് ഒരു 90 വയസ്സിന് അടുപ്പിച്ച് പ്രായമുള്ള ഒരു അപ്പച്ചനുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിയോട് പുള്ളി ഇങ്ങനെ വളരെ വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. പുള്ളിയുടെ പഴയ തലമുറ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറയാം. അതാണ് ഒരുപക്ഷെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് തോന്നുന്നു അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ പറഞ്ഞത് ഇവർ കേട്ടിട്ടുണ്ടെന്നാണ്. ഓറൽ ഹിസ്റ്ററിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സബാൾട്ടൈൻ ദലിത് ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനും കൂടിയിട്ടാണ് ഞാൻ. അപ്പോൾ 1914 ഊരുട്ടമ്പലത്ത് വലിയ കലാപം ഉണ്ടാവുകയാണ്. അതിനെ പറ്റിയിട്ട് ആർക്കൈവിൽ വളരെയധികം ഇപ്പം മിഷണറി ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും ആ സമയത്തെ മദ്രാസ് മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളുണ്ട്. അതിലൊക്കെ വളരെ വലിയ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് വന്നത്. അവസാനം റെസിഡൻറ്റ് തിരുവിതാംകൂർ ഗവൺമെൻറ്റിനോട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇതിനെ പറ്റിയിട്ട്. ആ റിപ്പോർട്ട് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ കുറേ പേര് കൂടി തപ്പുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ആർക്കൈവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി 1904 തന്നെ സ്കൂൾ സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. അത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അതൊരു അയ്യങ്കാളി പുലയ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ എല്ലാ ദലിത് കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൊണ്ടുവരിക എന്നതിൻ്റെ ലക്ഷ്യം എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അതിൽ മെജോറിറ്റി പുലയർ തന്നെയായിരുന്നു. നമുക്കറിയാം ഈ അംബേദ്കർ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത അംബേദ്കർ മഹറായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എല്ലാ ദലിത് കമ്മ്യൂണിറ്റി ഒരുമിച്ച് വന്നു ആ മൂവ്മെൻറ്റിൽ എന്നാണ്. ദലിത് പാന്തേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ആ ദലിത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സാധുജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടൊരു ജാതിയെ കുറിക്കുന്നതല്ല, സാധുക്കളായിട്ടുള്ള ആൾക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ദലിത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഏകദേശം ദലിത് പാന്തേഴ്സ് ഈ കോൺസെപ്റ്റ് പ്രചരിപ്പിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ അതിന് തുല്യമായ ഒരു വാക്ക് അയ്യങ്കാളി കേരളത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് അയ്യങ്കാളിയുടെ ഒരു പ്രത്യേകത. പിന്നെ സാധുജന പരിപാലന സംഘം SJPS ഞാൻ ഷോർട്ട് ഫോമിൽ പറയുന്നത്. വീക്ക്ലി മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അതൊരു കമ്മ്യൂണിറ്റി കോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ട്. സ്കൂളിൻ്റെ മേലത്തെ നിലയിലായിരുന്നു കോടതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം, വീട്ടു പ്രശ്നമാണെങ്കിൽ പോലും നേരെ കോടതിയിൽ ചെല്ലുക, അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ അല്ലാതെ നമ്മുടെ ശരിക്കുമുള്ള കോടതിയിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടുപോകണ്ട എന്നുള്ളതായിരുന്നു അയ്യങ്കാളിയുടെ ഒരു ഐഡിയ. പിന്നെ SJPS സാധുജന പരിപാലന സംഘം ഈ ശ്രീനാരായണ പ്രസ്ഥാനം കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രസ്ഥാനമായിരുന്നു എന്നാണ്. അത്രയ്ക്കും യൂണിറ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വൈക്കം ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ഒരു മാഗസിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് പക്ഷേ അതിൻ്റെ ഒരേ ഒരു കോപ്പി ഇപ്പം നമുക്കുള്ള 1913 അത് തുടങ്ങിയത്. ദളിതുകൾ കേരളത്തിൽ പുറത്തിറക്കുന്ന ആദ്യത്തെ മാസികയാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരേ ഒരു കോപ്പി ഇപ്പം നിലവിലുള്ളൂ. അത് ജസ്റ്റ് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഊരുട്ടമ്പലം റൈറ്റ്സും പെരിനാട് റൈറ്റ്സും അതിലേക്ക് ഞാൻ ഊരുട്ടമ്പലം റൈറ്റ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞു. പെരിനാട് റൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദളിത് സ്ത്രീകൾക്ക് ആ സമയത്ത് എന്താ പറയുക, അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചമാർ കലാപമല്ല ഞാൻ പറയുന്നത്. അതായത് കല്ലമാല എന്ന് പറഞ്ഞിട്ട് വലിയ കല്ലും കുറേ എന്താ പറയുക ബീഡ്സൊക്കെ കൂട്ടിയിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു വലിയ മാലയാണ്. ഈ സാമുവൽ മറ്റിയറിൻ്റെ നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്ന വർക്കുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് മൊത്തം മറിഞ്ഞു കിടക്കും. ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ മാലയാണ്. അപ്പോൾ അത് ധരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ധരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കാസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ധരിച്ചുകൊണ്ട് വരുന്ന ആൾ ഒരു പുലിയ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ധരിക്കുന്നത്. അല്ലാതെ വസ്ത്രത്തിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ല അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണമെന്ന് അയ്യങ്കാളി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് നടന്നൊരു മീറ്റിങ്ങിൽ എന്താ പറയുക, നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എല്ലാം നമുക്കറിയാം. ഈ അയ്യങ്കാളി പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്നിരുന്ന നായർ കമ്മ്യൂണിറ്റിയുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്മേളനം നടക്കുമായിരുന്നു. ആ സമ്മേളനത്തെ ആക്രമിക്കുകയും അത് ഭയങ്കര ഒരു റയറ്റായിട്ട് മാറുകയും ചെയ്തു. അത് 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ്. ആ സമയത്തെ മിഷണറിമാരത് വളരെ ഡീറ്റെയിൽ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ
ഒരു സിലോണിലെ ലേബർ കമ്മീഷണർ ആ സമയത്ത് തിരുവിതാംകൂർ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ കൊല്ലം വഴി ചെങ്കോട്ട വഴി വന്നിങ്ങനെ കൊല്ലത്ത് വരുന്ന സമയത്ത് പുള്ളി ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്താ പറയുക, ഇവിടെ ഭയങ്കര കലാപം നടന്നു, അതിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് പെരുന്നാൾ റൈറ്റ്സ്. അതിനുശേഷം അയ്യങ്കാളി വീണ്ടും ഒരു പ്രോഗ്രാം വിളിച്ചു കൂട്ടിയിട്ട് അവിടുത്തെ ഏറ്റവും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എന്നൊക്കെ പറയുന്ന ഏറ്റവും NSSൻ്റെ ഏറ്റവും വലിയ നേതാവിനെയൊക്കെ വിളിച്ചു വരുത്തി അവിടുത്തെ NSS ലീഡേഴ്സിനെ എല്ലാ ലീഡേഴ്സിനെയും ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും വിളിച്ചു വരുത്തി വീണ്ടും ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഇത് പരസ്യമായിട്ട് ഈ സംഭവം മുറിച്ച് കളയുകയാണ്. അപ്പോൾ അത് മുറിച്ച് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ വലിയൊരു കുന്നുപോലെ ആയെന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. 1911 ഡിസംബറാണ്. ആദ്യത്തെ സെഷൻ അടുത്ത ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. അപ്പം 20 വർഷത്തോളം അദ്ദേഹം പ്രജാസഭയിൽ അംഗമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് KM മാണി ഇത്ര വർഷം MLA ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ആരാ മോൻസ് ജോസഫ് ഏകദേശം അത്ര അടുത്തൊക്കെ വരുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അയ്യങ്കാളി. ആ സമയത്ത് 20 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അയ്യങ്കാളി പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു പ്രജാസഭയിൽ. അപ്പം പുലയരുടെ പ്രതിനിധിയായിട്ട് വരുന്ന ആൾക്ക് പുലയരുടെ പ്രശ്നം മാത്രമേ പറയാൻ പറ്റുള്ളായിരുന്നു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹം പ്രജാസഭയിൽ അദ്ദേഹം പെർഫോം ചെയ്തു. 1941 അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞ് ഈ ഒരു കഥയെ നമ്മളൊന്ന് കോണ്ടെക്സ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ 19ാം നൂറ്റാണ്ടിൽ 1864 അയ്യങ്കാളി ജനിക്കുമ്പോൾ തിരുവിതാംകൂർ എന്തായിരുന്നു? നമ്മളറിയാം, ഈ ലിറ്റററി സ്റ്റഡീസിലേക്ക് നമ്മൾ പറയുന്നത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനെ മനസ്സിലാക്കാൻ അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് കൂടി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോയാൽ ട്രാവൻകൂർ സൊസൈറ്റി ഒരു കാസ്റ്റ് സൊസൈറ്റി ആയിരുന്നു എന്ന് നമുക്കറിയാം. കാസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പ്രധാനമായിട്ട് ഡിസ്റ്റൻസ് പൊല്യൂഷൻ, ഓരോ ജാതിക്കും ഇത്ര അകലം സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ലേവറി, ഞങ്ങളെപ്പോഴും പറയാം നമ്മുടെ തിരുനക്കര മൈതാനം ഒരു സ്ലേവ് മാർക്കറ്റായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം മനുഷ്യരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനം നിർത്തലാക്കിയത് CMS LMS മിഷണറിമാരുടെ ഒരു വലിയ ക്യാമ്പയിനാണ്. ഈ ശാരദാമണിയുടെ എമർജൻസ് ഓഫ് സ്ലേവ് കാസ്റ്റ് എന്ന് പറയുന്ന വർക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. മിഷണറിമാർ ലണ്ടനിലേക്ക് അയക്കുന്ന ലെറ്റർ, അല്ലെങ്കിൽ റെസിഡൻറ്റിന് മദ്രാസിലേക്ക് അയക്കുന്ന ലെറ്റർ, തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് അയക്കുന്ന ലെറ്റർ, ഇതെല്ലാം വെച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് 1855 ഈ സ്ലേവറി തിരുവിതാംകൂറിൽ അബോളിഷ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് പുറകെയാണ് അയ്യങ്കാളി ജനിക്കുകയും ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് റിലീജിയസ് കൺവേർഷനാണ്. ആ സമയത്ത് 1854 ഈ സ്ലേവറി അബോളിഷന് തൊട്ട് മുമ്പാണ് ആദ്യത്തെ ദളിത് കൺവേർഷൻ, ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ദളിത് കൺവേർഷൻ നടക്കുന്നത്. അത് നമ്മുടെ മല്ലപ്പള്ളിയിൽ കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്താൻ എന്ന് പറയുന്ന ആൾ ഹാബേൽ എന്ന പേര് മാറി കൺവേർട്ട് ചെയ്യുന്നു. അപ്പം അതിനുശേഷം തിരുവിതാംകൂറിൽ സംഭവിക്കുന്ന വളരെ മാസ് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. മാസ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂട്ടമായിട്ട് ഒരു വില്ലേജ് മൊത്തം കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വളരെയധികം ആൾക്കാർ ഒരുമിച്ച് കൺവേർട്ട് ചെയ്യുന്നു. അത് കുറേ കാലങ്ങളോളം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടിയാണ്. പിന്നെയെന്ന് പറയുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവം ഈ കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറയുന്നത്, ഈ മോഡേൺ ഐഡിയാസ് നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റിലേക്ക് പലതരത്തിലിങ്ങനെ സീപ്പ് ഇൻ ചെയ്തുകൊണ്ടിരുന്നു. അത് മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളുകളുണ്ട്. ഇപ്പുറത്തുകൂടി നമ്മുടെ പ്രിൻറ്റിങ് ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിലുള്ള പ്രിൻറ്റിങ്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ റോഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളി റോഡിലൂടെയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയതെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ റോഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നിങ്ങൾ ഇന്ദുലേഖയൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, ഇന്ദുലേഖക്കകത്ത് ഈ നമ്മുടെ സൂര്യ നമ്പൂതിരിപ്പാട് പല്ലക്കിലാണ് വരുന്നത്. അപ്പം മലബാറിൽ റോഡ് ഉണ്ടാക്കിയത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ മറ്റേ പീരങ്കി വലിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഗൺ റോഡ് എന്ന് പറയുന്ന പീരങ്കി വലിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ്. അല്ലാതെ റോഡിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ രസകരമായൊരു സംഭവം. രാവിലെ എണീറ്റ് ഞാൻ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാൻ അവിടെ സ്കൂളില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലിയൊന്നുമില്ല, ഹോസ്പിറ്റലില്ല. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തിൽ ഇപ്പോൾ റോഡിൻ്റെ പ്രസക്തി എന്താണ്? രാവിലെ എണീറ്റ് നിങ്ങൾക്ക് കോളേജിലോട്ട് പോകണമെങ്കിൽ അവിടെ റോഡുണ്ട്, പക്ഷേ അവിടെ കോളേജ് ഇല്ലെങ്കിൽ റോഡ് എന്തിനാണ്? അപ്പം ഈ മിഷണറിമാർ പ്രത്യേകിച്ച് ഒരു 1940s
1840s 50s ഈ LMS മിഷണറിമാർ തിരുവിതാംകൂർ ഗവൺമെൻറ്റിന് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നുണ്ട്. നന്നായിട്ടൊരു വഴി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ചാൾസ് മീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മിഷണറിമാരുണ്ട്. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ റോഡുകളൊക്കെ പതുക്കെ വരുന്നത്. പിന്നെ ഈ മോഡേൺ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, കൊളോണിയൽ മോഡേണിറ്റിയുടെ പ്രധാനപ്പെട്ട സംഭവമാണ് ലീഗൽ സിസ്റ്റം. ഇത്തരം സംഭവങ്ങളൊക്കെ പതുക്കെ കോടതികൾ സെറ്റപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം IPC ഒക്കെ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്, 1890 തോന്നുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി ഓഫ് ഓൾ ബിഫോർ ദ ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് IPC ആണ് കൊണ്ടുവരുന്നത്. തിരുവിതാംകൂറിൽ സാറൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞു, തിരുവിതാംകൂറിൽ ബ്രാഹ്മണർക്ക് വധശിക്ഷയില്ല. എന്ത് ഹീനമായ കുറ്റകൃത്യം ചെയ്താലും ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പറയുന്ന ശിക്ഷയും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ പതുക്കെ മാറി വരുന്ന ഒരു സാഹചര്യം. പിന്നെ ഹോസ്പിറ്റൽസ്, അതും ഈ കൊളോണിയലിസമായിട്ട് ബന്ധപ്പെട്ടാണ്. തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലൊക്കെ വരുന്നതും ഹോസ്പിറ്റലിൽ തന്നെ ജാതി വിവേചനം ഉണ്ടായിരുന്നു. പുലയ വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പുലയർക്ക് അല്ലെങ്കിൽ ദളിതർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് വാർഡൊക്കെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒന്ന് കോൺട്രാക്ച്വലൈസ് ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യം. ഇനി അയ്യങ്കാളിയെ പറ്റി വേറൊരു കാര്യം പറയാനുള്ളത്, അയ്യങ്കാളിയുടെ ഈ പ്രവർത്തനത്തെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നൊരു വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ്. വില്ലുവണ്ടി യാത്ര ഞാൻ ആദ്യം പരാമർശം വിട്ടുപോയി. വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് ഫോഴ്സിബിളായിട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് റോഡിലൂടെ പോകാനുള്ള അവകാശമില്ല, എന്നാൽ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് വണ്ടി ഓടിച്ച് ഈ വില്ലുവണ്ടി ഓടിച്ചങ്ങ് പോവുകയാണ്. അപ്പം പിന്നീട് ഈ പറയുന്ന റോഡ് ഈ മാർക്കറ്റിൽ പ്രവേശനമില്ല, കയറിയേക്കാം, ബലമായിട്ട് കയറുന്നു. അല്ലെങ്കിൽ റോഡിലൂടെ നടക്കാൻ പറ്റത്തില്ല, കൂട്ടമായിട്ട് റോഡിൽ കൂടെ നടക്കുക. അങ്ങനെ വളരെ മിലിറ്റൻ്റായിട്ട് ആ സമയത്ത് നിരന്തരം സംഘർഷങ്ങളുണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ കൂടെ കുറേ അഭ്യാസികളായുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അയ്യങ്കാളി എങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. പ്രശ്നമൊക്കെ ഉണ്ടായാൽ അവർ സോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ വളരെ മിലിറ്റൻ്റ് ഫേസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ കുറച്ച് കാലം. അതൊരു 1912 ഞാൻ കണക്കാക്കുന്നത്. അതിന് ശേഷം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അയ്യങ്കാളി അതിൻ്റെ അകത്ത് നേരിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല. 1912 പ്രത്യേകത എന്ന് പറയുന്നത് 11 ഡിസംബറാണെന്ന് ഞാൻ പറഞ്ഞു. 12 മുതൽ ഇദ്ദേഹം പ്രജാസഭയിൽ അംഗമാണ്, 1912 മുതൽ. അപ്പോൾ ഒരു MLA പോയിട്ട് ആൾക്കാരെ പിടിച്ച് ഇടിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ, ചില ആളുകളൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഒരാൾ പോയി തല്ലുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അപ്പം ആ സമയം മുതൽ, അതുകൊണ്ട് മാത്രമല്ല അയ്യങ്കാളി അതിനുശേഷം ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് ദിവാൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് മാറുവാണ്. പിന്നീട് എന്താണ് സംഭവിക്കുക? പിന്നീട് നെഗോഷിയേഷൻസാണ്. അപ്പോൾ എല്ലാ കാര്യവും ഒരു ഡെമോക്രാറ്റിക് മീൻസിലൂടെ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നെഗോഷിയേഷൻസിലൂടെ സോൾവ് ചെയ്യുക. ഇതായിരുന്നു അയ്യങ്കാളിയുടെ ഈ സെക്കൻഡ് ഫേസിൽ, ഈ ഡെമോക്രാറ്റിക് ഫേസിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഈ ഉരുട്ടമ്പലം കലാപത്തിൻ്റെ സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഓർഡർ വാങ്ങിയിട്ടാണ് ചെല്ലുന്നത്. അല്ലെങ്കിൽ ഈ പെരുന്നാട് കലാപത്തിൻ്റെ സമയത്ത് നോക്കുവാണെങ്കിൽ എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആക്ഷനിലൂടെ, പ്രവർത്തിയിലൂടെ അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. ഇതാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒരു മാസ്റ്റർ നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. കാരണം ഗവൺമെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന NSSൻ്റെ ഈ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ഈ ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ അയ്യങ്കാളി ആസ് എ ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്? പാഠം എന്ന് നമ്മൾ പറയും. അയ്യങ്കാളി നമുക്കൊരു ടെക്സ്റ്റായിട്ട് സമീപിച്ചാൽ, ഇത് എൻ്റെ പല സംഭവങ്ങളും ഒരു ലിറ്റററി ഇതിൻ്റെ അകത്ത് കൂടി അങ്ങനത്തെ ഒരു തിയററ്റിക്കൽ ലെൻസിലൂടെ ഞാൻ സമീപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ. എന്താണ് ടെക്സ്റ്റ്? എന്താണ് റീഡിങ്? ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് കൺവേസ് എ സെറ്റ് ഓഫ് മീനിങ്സ്. അയ്യങ്കാളി ഒരു ചരിത്ര പുരുഷനായിരുന്നു, ജീവിച്ചിരുന്നു, മരിച്ചുപോയി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെപ്പറ്റി നാട്ടുകാർക്ക് എന്തും പറയാം, അല്ലേ? എന്തും പറയാം. നമ്മുടെ ഈ ലിറ്റററി തിയറി റൊളാങ് ബാർത്തൊക്കെ പറയുന്നത് ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്നുണ്ട്. ടെക്സ്റ്റ് അവിടെയുണ്ട്, റീഡർ വന്നിട്ടാണ് മീനിങ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അയ്യങ്കാളി നമുക്കൊരു പാഠം എന്ന നിലയിൽ സമീപിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടെന്ന് പറയുന്നത് റീഡിങ്. അയ്യങ്കാളി എങ്ങനെയാണ് റീഡ് ചെയ്യുക, ഒരു മനുഷ്യനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഓക്കെ, നമുക്കൊരു എന്താ പറയുക, ഒരു പോയം റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വിഷ്വൽ ടെക്സ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റായിട്ട് നമുക്ക് അയ്യങ്കാളിയെ കണ്ടാൽ അങ്ങനെ വായിച്ചുകൂടെ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എവറി റീഡിങ് ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്താണ്?
ഓക്കെ, റീഡിംഗ് എന്ന് പറയുന്നത് മീനിങ് മേക്കിംഗ് പ്രോസസ്സാണ്. ഓക്കെ, ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അയ്യങ്കാളി നമുക്ക് അങ്ങനെയൊന്ന് റീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റീഡിങ്ങും പൊളിറ്റിക്കലാണ്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഏത് ടെക്സ്റ്റിനും നിങ്ങൾ റീഡ് ചെയ്താലും അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, ഏത് ടെക്സ്റ്റ് ആണെങ്കിലും അതിൻ്റെ റീഡിങ് ഇസ് ഇൻഫോംഡ് ബൈ യുവർ പെർസ്പെക്റ്റീവ്, യുവർ പൊളിറ്റിക്കൽ പൊസിഷൻ എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയ്യങ്കാളി പല രീതിയിൽ ആളുകൾ വായിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വായനയെല്ലാം നമ്മുടെ ഒരു പോസ്റ്റ് മോഡേൺ തിയറീസൊക്കെ പറഞ്ഞ് ഇതിലേത് വായനയാണ് ശരി എന്ന് ചോദിച്ചാൽ എല്ലാ വായനയും ശരിയാണ്. ഏതെങ്കിലും വായന തെറ്റാണോ എന്ന് ചോദിച്ചാൽ എല്ലാ വായനയും വേണമെങ്കിൽ തെറ്റാണെന്ന് പറയാം. അപ്പോൾ അയ്യങ്കാളി, നമുക്കൊരു യഥാർത്ഥ അയ്യങ്കാളിയെ കണ്ടെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് ഞാൻ പറയുക. യഥാർത്ഥ അയ്യങ്കാളി ഇല്ല. അയ്യങ്കാളി ജീവിച്ചു, കുറേ നാൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തു, അദ്ദേഹം മരിച്ചു. അയ്യങ്കാളി ഇതാണ് യഥാർത്ഥം എന്നൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ അയ്യങ്കാളി ഉണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന കുറേ മീനിങ്സിൽ നിന്ന് നമുക്ക് സ്വീകാര്യമായ മീനിങ് എടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ പുലിയ ലീഡറാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഓക്കെ, രണ്ടെന്ന് പറയുന്നത് വർക്കേഴ്സ് ലീഡറാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയ്യങ്കാളി കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ള പ്രയോഗങ്ങളും പ്രസ്താവനകളും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു സോഷ്യൽ റിഫോമറായിരുന്നു. ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾ പരിഷ്കരിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു അയ്യങ്കാളി എന്നുള്ള മറ്റൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. പിന്നെ അയ്യങ്കാളി ഗുരുദേവൻ എന്നുള്ള പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ വെങ്ങാനൂർ ചെന്ന സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്തുണ്ട് വെങ്ങാനൂർ, ഞാനവിടെ പോയി കുറേ ദിവസം താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനവിടെ ചെന്നപ്പം അയ്യങ്കാളിയെ പറ്റി റിസർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരണമാണ്. ഈ അയ്യങ്കാളി സ്കൂളിലൊക്കെ എന്നെ കൊണ്ടുപോയി ഞാൻ കുറച്ച് വലിയ ആൾക്കൂട്ടം വന്നിക്കും അവിടെ. എന്നിട്ട് അപ്പം ഞാൻ അയ്യങ്കാളി എന്ന് പറയുന്നത് കുറച്ച് പേർക്ക്, പ്രായമുള്ള കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗുരുദേവൻ എന്നല്ല, അവർ യജമാനൻ എന്നാണ് അയ്യങ്കാളിയെ വിളിക്കുന്നത്. അയ്യങ്കാളി യജമാനൻ എന്നുള്ള പ്രയോഗമൊക്കെ നമ്മുടെ ഈ പല ഇതിൻ്റെ അകത്തും ചരിത്ര ബയോഗ്രഫീസിൻ്റെ അകത്തൊക്കെ അയ്യങ്കാളി യജമാനൻ എന്നാണ് വിളിച്ചിരുന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ അയ്യങ്കാളി എന്ന് പറഞ്ഞത് കുറച്ച് പ്രായമുള്ള, പക്ഷേ എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരനാണ്. അപ്പം അവനെന്നെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ഞാനത് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളോട് ഭയങ്കര ബഹുമാനമൊക്കെയാണ്. ഞാൻ പറഞ്ഞു ഗുരുദേവൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ, ആ ഒരു തലത്തിൽ അയ്യങ്കാളിയെ കാണാനുള്ള ശ്രമം ചെറിയതായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ അറിയാലോ, പൊയ്കയിൽ അപ്പച്ചൻ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്നുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. അതുപോലെ തന്നെ അയ്യങ്കാളി അങ്ങനെ കാണാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നു. അപ്പം പ്രത്യേകിച്ച് പുലിയ കമ്മ്യൂണിറ്റിയിൽ പല കല്യാണത്തിനൊക്കെ ഈ അയ്യങ്കാളിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നത്, ചടങ്ങുകളും ഒക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി പുലിയ ലീഡർ, അയ്യങ്കാളി പുലയനായിരുന്നു, സ്വാഭാവികമായിട്ട് പുലയരുടെ ലീഡറാവും. പക്ഷേ ശ്രീധരമേനോനെ പറ്റി നിങ്ങൾക്കറിയാം, ഒരു നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന നിലയിലാണ് ശ്രീധരമേനോനെ നമുക്ക് കാണാൻ പറ്റുക. പുള്ളിയുടെ ഒരു പ്രത്യേകിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന വർക്കിൻ്റെ അകത്ത് ഇദ്ദേഹം പറയുന്നത് പുള്ളി ഒരു പുലയരുടെ നേതാവായിരുന്നു. അപ്പം ഗാന്ധിയുടെ ഒരു ഡിസ്കോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും അംബേദ്കറൊക്കെ എന്ന് പറയുന്നത് മഹേഴ്സിൻ്റെ ലീഡറാണ്. എല്ലാ ജാതിക്കും അവരവരുടേതായ ലീഡേഴ്സ് ഉണ്ട്. അപ്പം പുലിയ ലീഡറാണ് അയ്യങ്കാളി എന്നുള്ളൊരു സംഭവം. അപ്പം പിന്നെ KPMS എന്ന് പറയുന്ന സംഘടനയെ പറ്റി നിങ്ങൾക്കറിയാം. അവരവരുടെ നേതാവായിട്ട് അയ്യങ്കാളിയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, അംബേദ്കർ ഒരു മഹർ ലീഡറായിരുന്നോ അതോ എന്ത് തരം ലീഡറായിരുന്നു? അംബേദ്കർ മഹറായിരുന്നു അല്ലേ? അപ്പോൾ അയ്യങ്കാളി പുലിയരുടെ നേതാവാണെങ്കിൽ അംബേദ്കർ മഹേഴ്സിൻ്റെ ലീഡറാവണം. പക്ഷേ അല്ല, അംബേദ്കർ ഒരു നാഷണൽ ലീഡറാണ്. അയ്യങ്കാളിയെ തിരുവിതാംകൂറിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് കാണുന്നതിന് എന്താണ് തടസ്സം? മന്നത്ത് പത്മനാഭൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേംജി, EMS അങ്ങനെ തുടങ്ങിയിട്ട് ഈ നമ്പൂതിരി സമുദായത്തിലെ ഈ പറയുന്ന റിഫോമിസ്റ്റുകളുടെ അവരൊക്കെ പ്രധാനപ്പെട്ട കക്ഷികളാണ്. ഞാൻ പുറകെ ഈ ശ്രീധരമേനോൻ്റെ ഒരു രസകരമായൊരു വർക്കിനെ പറ്റി ഞാൻ ജസ്റ്റ് പുറകിലൊന്ന് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന് ഈ വർക്കേഴ്സ് ലീഡർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ലീഡർ. ഇത് ഈ വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു ബുക്കാണ് CK ലൂക്കോസിൻ്റെ. എന്നാലും അയ്യങ്കാളിയെ പറ്റി കിട്ടാവുന്ന എല്ലാ ബുക്കും ഞാനിങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ അയ്യങ്കാളിയും കേരള നവോത്ഥാനം എന്ന് പറയുന്ന പുസ്തകം CK ലൂക്കോസ് എഡിറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഈ പുള്ളി ഒരു വർക്കേഴ്സ് ലീഡറായിരുന്നു. അയ്യങ്കാളി ഒരു വർക്കേഴ്സ് ലീഡറായിരുന്നു. കാരണം എന്താ? വർക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് പണിമുടക്കാണ്. അപ്പോൾ പണിമുടക്ക് കേരളത്തിൽ ആദ്യമായിട്ട് നടത്തിയ ആളെന്ന നിലയിൽ അയ്യങ്കാളി ഒരു വർക്കേഴ്സ് ലീഡറാണ്. അപ്പോൾ അങ്ങനെ അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ.
എങ്ങനെ അദ്ദേഹത്തെ ഒരു തൊഴിലാളി നേതാവായിട്ട് അവതരിപ്പിക്കാം? തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് പല അർത്ഥങ്ങളും ഇല്ലാണ്ടായി പോകുന്നുണ്ട്. കേവലം ഇതിലേക്ക് ചുരുക്കുന്നത് ശരിയാണ്. ഞാൻ ഇതിൻ്റെ അത് എല്ലാ റീഡിങ്ങിലും അവരുടെ പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇതിനെ കാണുക. അപ്പോൾ അവർക്കിങ്ങനെ പറയാനുള്ള റൈറ്റ് ഉണ്ട്, അതിൻ്റെ അത് തെറ്റൊന്നുമില്ല. അപ്പം ഈ പണിമുടക്കിനെ കേന്ദ്രീകരിച്ചാണ് അയ്യങ്കാളി. അപ്പം അയ്യങ്കാളി എന്ന പണിമുടക്ക് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 മുതൽ 14 വരെ ഉള്ള കണക്കുകൾ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാ. പക്ഷേ പണിമുടക്ക് നടന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അയ്യങ്കാളി തന്നെ വേറൊരു സിറ്റുവേഷനിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അത് 1915 പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു മൊത്തം ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ 1914 ആവാനാണ് സാധ്യത എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് ഇഷ്ടംപോലെ പത്രങ്ങൾ ഇതുണ്ട്, അതിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇത് നടന്നിട്ടുള്ള സംഭവമാണ്. എനിവേ, അപ്പോൾ ഒരു വർക്കിംഗ് ക്ലാസ് ലീഡർ എന്ന നിലയിൽ അയ്യങ്കാളിയെ സമീപിക്കാം. കാരണം പുള്ളി പ്രധാനമായിട്ടും പണിമുടക്കായിരുന്നു അയ്യങ്കാളിയുടെ. അതൊരു പ്രത്യേക ഒരു ചരിത്ര സന്ദർഭത്തിൽ നടന്നൊരു ചെറിയ കാര്യം മാത്രമാണ്. ഈ ഊരട്ടമ്പലത്ത് സ്കൂളിൽ പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ പണി നിർത്തും എന്ന് പറഞ്ഞ് വലിയ പണിമുടക്ക് നടത്തിയെന്നാണ് സ്കൂളിൽ നിന്നാണ് പറയുന്നത്. അപ്പം ഇതിന് തൊട്ട് മുമ്പ് വേറൊരു സ്കൂളിൽ അവരുടെ അടുത്തുള്ളൊരു ചെറിയ സ്കൂളിൽ പ്രവേശനത്തിന് ശ്രമിച്ചു. അന്നാണ് പണിമുടക്ക് നടത്തിയത് എന്ന് പറയുന്നത്. ഞാൻ ചെറായി രാമദാസ് സാറിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ചെറായി രാമദാസ് സാറുമായിട്ട് ഒത്തിരി സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം സാറും ഞങ്ങൾ ഏകദേശം ഇക്കാര്യത്തിൽ ഏകദേശം ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഈ 1913, 14 ആ സമയത്തൊക്കെ ആവാനാണ് സാധ്യത എന്നുള്ളൊരു ഇതിലായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. പി പരമേശ്വരൻ, നിങ്ങൾക്കറിയാം പരമേശ്വർജി, അദ്ദേഹം ഈ ആചാര്യ അയ്യങ്കാളി എന്ന് പറയുന്നൊരു ബുക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. ഇത് സി മാത്യൂസ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു വളരെ രസകരമായൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്താണ് ആചാര്യത്രയം? നമ്മൾ ഈ എന്താ പറയുക, ആധുനിക കവിത്രയങ്ങൾ അല്ലെങ്കിൽ പ്രാചീന കവിത്രയങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ ആചാര്യത്രയം. ആരൊക്കെയാണ് ആചാര്യന്മാർ? 1 ചട്ടമ്പി സ്വാമികൾ, 2 ശ്രീനാരായണ ഗുരു, 3 അയ്യങ്കാളി. ഇവർ 3 പേരുമാണ് ആചാര്യത്രയങ്ങൾ. ഇവരെന്താ ചെയ്തത്? ഇവർ പ്രധാനമായിട്ടും ചെയ്തത് ഈ മിഷണറി ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഓൺസ്ലോട്ടിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചവരെന്ന നിലയിലാണ് ഇവർ ആചാര്യത്രയങ്ങളായി മാറുന്നത്. അതായത് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള മാസ് കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ 3 ടീമുകളും ഈ 3 ആചാര്യന്മാരും എന്ത് ചെയ്തു? മിഷണറി ക്രിസ്ത്യാനിറ്റിയെ തടഞ്ഞു നിർത്തി. ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, ഏത് മതത്തിലായാലും അല്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവാണ് ക്രിസ്ത്യാനിറ്റിയെ തടഞ്ഞു നിർത്തി. അല്ലെങ്കിൽ നിങ്ങളിതിലൊന്ന് ഇച്ചിരി സൂക്ഷിച്ച് നോക്കിയാൽ ചട്ടമ്പി സ്വാമി നായരാണല്ലേ, ശ്രീനാരായണ ഗുരു ഈഴവനാണ്, ദളിത്. അപ്പോൾ ഒരു ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുതരം എന്താ പറയുക, അപ്പോൾ ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ പല കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് ഇത് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രസം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദു റിഫോമറാണ്, ആചാര്യത്രയമാണ്. ഇനി 1936 മുമ്പ് ആരായിരുന്നു ഹിന്ദു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ആരായിരുന്നു ഹിന്ദു? 1936 പ്രത്യേകത എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് ആരായിരുന്നു ഹിന്ദു? മെജോറിറ്റി ഓഫ് ആളുകൾ ഹിന്ദു എന്ന ഗണത്തിൽ വന്നിരുന്നില്ല. ദളിതരില്ല, ഈഴവരില്ല, OBCs പറയുന്ന ആരുമില്ല. ക്ഷേത്രപ്രവേശന വിളംബരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ഡിസ്കഷനൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഈഴവ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ ചേരാൻ ഉള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളാണ് ക്ഷേത്രപ്രവേശന വിളംബരം വന്നതെന്ന് ഉള്ള ഒരു ആർഗ്യുമെൻറ്റ് പലരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1936 മുമ്പ് ആരായിരുന്നു ഹിന്ദു എന്നുള്ള ചോദ്യം, ഇത്തരം ആർഗ്യുമെൻറ്റ് വരുമ്പോൾ നമ്മളൊന്ന് ചോദിക്കുക എന്നുള്ളത്. ഇവരുടെ ഈ ആർഗ്യുമെൻറ്റ് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. കാരണം ഇവർക്ക് അയ്യങ്കാളിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മറുപടി പറയാൻ പറ്റും വേണമെങ്കിൽ. അയ്യങ്കാളി വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ചേർത്തലയിൽ വന്നിട്ട് തിരിച്ചു പോയി. ചേർത്തലയും വൈക്കവും തമ്മിൽ ഒരു ബോട്ട് കിടക്കുന്ന ദൂരമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ബോട്ടിന് 1 മണിക്കൂർ കൊണ്ട് വൈക്കത്ത് വരാം. വൈക്കം സത്യാഗ്രഹം എത്ര കാലം നീണ്ടു നിന്നു. ആ സമയത്ത് അയ്യങ്കാളി ചേർത്തലയിൽ വന്ന് പ്രസംഗിച്ചിട്ട് തിരിച്ചു പോയി. അല്ലെങ്കിൽ പിന്നെ
പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രജാസഭയിൽ അദ്ദേഹം അമ്പലങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് വെക്കുന്നുണ്ട്. അവരുടെ അയ്യങ്കാളിയുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അമ്പലങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ദിവാൻ പറയുന്നു, അമ്പലം മത സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അല്ല, അതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം വീണ്ടും പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തടിയും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തരണം, എന്നാൽ പിന്നെ അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അയ്യങ്കാളി ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഇവിടെ ഒന്നും പോയതായിട്ട് ഒരു തരത്തിൽ, കാരണം അയ്യങ്കാളി പോയിരുന്നെങ്കിൽ അത് വലിയ വാർത്തയാകുമായിരുന്നു. അതൊന്നും അങ്ങനത്തെ സംഭവമൊന്നും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇതാണ് ഈ അയ്യങ്കാളി ഹിന്ദു റിഫോമർ എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന ഒരു റീഡിങ്. നവോത്ഥാന പ്രസ്ഥാനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അപ്പർ കാസ്റ്റുകളുടെ ഇടയിലും ലോവർ കാസ്റ്റുകളുടെ ഇടയിലും ഈ പറയുന്ന മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം യോഗക്ഷേമ സഭ ബ്രാഹ്മിൺസിന് അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി, ദളിത്സിൻ്റെ ആണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. സാധുജന പരിപാലന സംഘം തുടങ്ങി, അല്ലെങ്കിൽ PRDS, അല്ലെങ്കിൽ എന്താ പറയുക സിദ്ധന സഭ എന്നൊക്കെ പറഞ്ഞിട്ട് ദളിത് കമ്മ്യൂണിറ്റിയിലെ വിവിധ സംഘടനകൾ ഇഷ്ടം പോലെ വിവിധ സംഘടനകളുണ്ട്. അവർ അവരുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ സംഘടനകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് സംഘടന ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആളുകളെയും കിട്ടുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് സംഘടന ഉണ്ടാക്കി അവരുടെ പ്രതിനിധിയായിട്ട് പ്രജാസഭയിൽ വന്ന് പ്രശ്നങ്ങൾ പറയാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ശ്രീധരമേനോനെ പറ്റി ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഈ കേരള ചരിത്ര ശില്പികൾ എന്ന് പറഞ്ഞിട്ട് 2008 ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് കേരള ചരിത്രം ഉണ്ടാക്കിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ എന്ന നിലയിൽ പറയുന്ന കുറേ ആളുകളുടെ ഇടയിൽ ശ്രീനാരായണ ഗുരു ഉണ്ട്. അതിന് താഴോട്ട് ഒരാളും ഇല്ല, ദളിത് കമ്മ്യൂണിറ്റിയിലെ ഒരാൾ പോലും ഇല്ല. അപ്പം ഞാനിതിൻ്റെ അകത്ത് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മേളിലത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ 4 പില്ലറും നമ്മൾ തട്ടിക്കളയുകയാണ്. എന്ത് സംഭവിക്കും? ആ ഒരു ഫ്ലോറ് താഴെ വീഴും, ബിൽഡിംഗ് അതുപോലെ തന്നെ നിലനിൽക്കും. അതിൻ്റെ ഏറ്റവും താഴത്തെ 4 പില്ലറും തട്ടിക്കളഞ്ഞ് എന്ത് സംഭവിക്കും? ആ ബിൽഡിംഗ് മൊത്തത്തിൽ താഴെ വീഴും. അപ്പം മേളിലത്തെ ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ പരിഷ്കാര ശ്രമങ്ങൾക്ക് താഴത്തെ ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. നിങ്ങൾ ഈ അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. മറക്കുടക്കുള്ളിലെ മഹാനരകം അല്ലെങ്കിൽ പറയുന്ന യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് ദളിതരെ ഇമ്പാക്റ്റ് ചെയ്യുക? അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷേ റോഡിലൂടെ നടക്കാൻ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. എല്ലാവരും റോഡിലൂടെ നടക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? സൊസൈറ്റിയിൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാകുന്നു. കുറച്ച് പേർക്ക് മാത്രം വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം, എല്ലാവരും സ്കൂളിൽ പോകുന്നു, സൊസൈറ്റി ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതാണ് ഈ പറയുന്ന ഈ ദളിത് റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ദളിത് ഇനിഷ്യേറ്റീവ്സിൻ്റെ പ്രത്യേകത. അത് റാഡിക്കലായിട്ട് സൊസൈറ്റി റീകോൺഫിഗർ ചെയ്തു. നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ പ്രവർത്തനങ്ങൾ താഴോട്ട് വരേണ്ട ആവശ്യമില്ല. അവരുടെ വിധവാ വിവാഹത്തെ പറ്റിയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഇവിടെ റോട്ടിൽ കൂടെ നടക്കുന്നതിനെ പറ്റിയിട്ട് ഇവിടെയുള്ള ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് തമ്മിൽ ഒരിക്കലും കൂട്ടുമുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് മോശമാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അത് ആ കമ്മ്യൂണിറ്റിയുടെ പരിഷ്കരണ ശ്രമങ്ങൾ എന്ന നിലയിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് വളരെ വളരെ റാഡിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ അത് സംശയമില്ല. പക്ഷേ സൊസൈറ്റി ആസ് എ ഹോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ താഴെ നിന്നുള്ള പരിഷ്കരണ ശ്രമങ്ങൾക്കാണ്. ഒരു ഹൈറാർക്കിക്കൽ സൊസൈറ്റി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത് താഴെ നിന്നുള്ള പരിഷ്കരണ ശ്രമങ്ങൾക്കാണ്. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ദളിത് റിഫോം മൂവ്മെൻറ്റ്സ് കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് ഞാൻ പറയാൻ ശ്രമിക്കും. ഇനി ഞാൻ അയ്യങ്കാളിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏകദേശം ഇതുപോലാണ്. ഒരു റാഡിക്കൽ ഡെമോക്രറ്റൈസർ എന്ന രീതിയിലാണ്. അതായത് നമുക്കറിയാം പബ്ലിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ഇതൊരു പബ്ലിക് സ്പേസാണ്, എല്ലാവർക്കും കൂടെ വരാം. പക്ഷേ തിരുവിതാംകൂറിലെ റോഡ് പബ്ലിക് സ്പേസ് ആണെന്ന് പറഞ്ഞു, പക്ഷേ കുറേ ആളുകൾക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അത് പബ്ലിക് എന്ന കോൺസെപ്റ്റിനെ അയ്യങ്കാളി ഡെമോക്രറ്റൈസ് ചെയ്തു. എങ്ങനെ? അയ്യങ്കാളിയും അയ്യങ്കാളിയുടെ കൂടെയുള്ള ആളുകളും കൂടി കയറി വരുന്നതോട് കൂടിയിട്ടാണ് പബ്ലിക് ശരിയായ പബ്ലിക്കായിട്ട് മാറുന്നത്. അതാണ് ഒരു കാര്യം. മറ്റൊന്നെന്ന് പറയുന്നത് ജനാധിപത്യത്തെ അയ്യങ്കാളി ഡെമോക്രറ്റൈസ് ചെയ്തു. അയ്യങ്കാളി മാത്രം അല്ല, അതിൻ്റെ മിഷണറിമാർ തുടങ്ങിയ ശ്രമങ്ങൾ നമുക്ക് 1817 മുതൽ കിടപ്പുണ്ട്. അതിൻ്റെ ഇങ്ങേ അറ്റത്ത് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോയ അയ്യങ്കാളിയാണ്. കാരണം മിഷണറി സ്കൂളുകളിൽ കൺവേർട്സ് ആയിരിക്കും കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. അയ്യങ്കാളി അല്ല കേരളത്തിൽ ദളിതരുടെ വിദ്യാഭ്യാസം
ആരംഭിച്ചത് അത് മിഷണറിമാർ തന്നെയാണ്. കാരണം അതിനു മുമ്പ് ഇപ്പോൾ 1855 ആദ്യത്തെ കൺവേർഷൻ്റെ സമയത്ത് പോലും മാസങ്ങളോളം റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഹാബേൽ എന്ന് പറയുന്ന ആളെ ഇത് ചെയ്യിക്കുന്നത്, ബാപ്റ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ആളുകൾ വായിക്കാൻ പഠിക്കുന്നു, അതിന് കുറച്ച് മുമ്പും പഠിക്കുന്നുണ്ട്. 1840 തന്നെ ഇവിടെ പഠിക്കാൻ പറ്റാഞ്ഞിട്ട് മലബാറിൽ പോയിട്ട് അച്ഛനായ കൊർണേലിയസ് ഹോട്ടൻ എന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അയ്യങ്കാളി വിദ്യാഭ്യാസത്തെ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് പറയാൻ കാരണം സർക്കാർ സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകൾ നമ്മുടെ ഒരു കൺസേൺ അല്ല, സർക്കാർ സ്കൂളുകളാണ് പബ്ലിക് സ്കൂളുകൾ. അപ്പോൾ അതിൽ എല്ലാവർക്കും പ്രവേശനം നേടിയെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ട അയ്യങ്കാളിക്കുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അയ്യങ്കാളി നടപ്പിലാക്കുകയും ചെയ്തു. അത് നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ കൊണ്ട് അതാണ് നമ്മുടെ കേരളത്തെ ലിറ്ററേറ്റ് ആക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് തിരുവിതാംകൂർ ഒരു ഭാഗം. കാരണം അല്ലെങ്കിൽ ആ സമയത്തെങ്കിലും നടന്നില്ലെങ്കിൽ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നതന്നെ. ഇപ്പോഴും നമുക്കറിയാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും വിദ്യാഭ്യാസം കിട്ടാത്ത മനുഷ്യരുണ്ട്. പക്ഷെ നമ്മൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. മറ്റൊന്ന് ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ചിട്ടാണ്. എല്ലാവർക്കും മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് പബ്ലിക്കിൽ അപ്പിയർ ചെയ്യാനുള്ള ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചാന്നാർ കലാപമുണ്ട്, സംശയമില്ല. അതിൻ്റെ വേറൊരു കമ്മ്യൂണിറ്റിയിൽ നടന്ന ഒരു സംഭവമാണ് ഈ പെരിനാട് കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്കറിയാം ചാന്നാർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ദളിതരുടെ കുറച്ച് മേളിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും അടിയിലത്തെ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു, അതുകൊണ്ടാണ് ഡ്രസ്സിങ് എന്ന് പറയുന്ന സംഭവത്തെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയുന്നത്. ഞാൻ നിർത്തുവാണ്. 1-2 ഇമേജസ് മാത്രം ഒന്ന് കാണിച്ചിട്ട് നിർത്താലോ. ഇത് എൻ്റെ ഒരു മനസ്സിലാക്കൽ മാത്രമാണ്. ഈ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് അതിനെ നമുക്ക് എങ്ങനെ വേണേലും കാണാം, ആർക്കും അപ്രോപ്രിയേറ്റ് ചെയ്യാം. അയ്യങ്കാളി ആർക്കും എടുക്കാം. ഇപ്പോൾ എനിക്ക് വന്നിട്ട് പറ്റില്ല എന്ന് പറയുന്നൊരു കാര്യമില്ല. എനിക്ക് എൻ്റെ അയ്യങ്കാളിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അയ്യങ്കാളിയുണ്ട്. അത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. യഥാർത്ഥ അയ്യങ്കാളി നമുക്ക് ഒരു തരത്തിലും വീണ്ടെടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നിലവിലുള്ള നമ്മുടെ ആർക്കൈവും അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധവും നമ്മുടെ ഒരു സ്കിൽസും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ആവശ്യം എന്താണ്, 21-ാം നൂറ്റാണ്ടിൽ ആവശ്യമുള്ള അയ്യങ്കാളി ആരാണ്? അയ്യങ്കാളി ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യങ്കാളിൻ്റെ കാല് മടക്കി അടിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആയിരുന്നു പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നമുണ്ട് ആളുകൾ. അപ്പം പിന്നെ ഈ വില്ലുവണ്ടി യാത്ര, അപ്പോൾ വില്ലുവണ്ടി എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ TS ശ്യാംകുമാറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, വില്ലുവണ്ടി അവാർഡ്. അപ്പോൾ ഈ വില്ലുവണ്ടി എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ ഇങ്ങനെ 1890-കളിൽ തുടങ്ങിയ സംഭവം. ഞാനും ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വില്ലുവണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം അത്തരം മെമ്മറീസ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അയ്യങ്കാളിയെ നമ്മൾ വീണ്ടെടുക്കുക. ഇനിയിപ്പം ഇത് നോക്കാം. ഇത് ഈ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ ട്രിവാൻഡ്രം. ഈ ഹാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ വാർഷിക മീറ്റിംഗ് ഇവിടെ വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത് വർഷങ്ങളോളം. അപ്പോൾ ഈ സമയത്ത് എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസും അതിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ അയ്യങ്കാളി ഈ സ്വാഗത പ്രസംഗം വളരെ ദീർഘമായ സ്വാഗത പ്രസംഗമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഒഫീഷ്യൽസിനോട് ഒക്കെ അപ്പം തന്നെ നോട്ട് ചെയ്യാൻ പറയും. എന്നിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് VJT ഹാൾ അയ്യങ്കാളി ഹാൾ എന്ന നിലയിൽ എന്താ പറയുക റീനെയിം ചെയ്തത്. ഇനി അതിൻ്റെ അകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക. പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സ് ഉണ്ട്, സംശയമില്ല. ഇത് മുഖ്യമന്ത്രി അയ്യങ്കാളി ഗാർലൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ശബരിമല പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വീണ്ടും നവോത്ഥാന മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറയാൻ തുടങ്ങി. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഭവമായിട്ടാണ്. അപ്പോൾ അത് അധികാരത്തിലുള്ളതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും ചെയ്തതാണ്, സംശയമില്ല. പക്ഷേ അയ്യങ്കാളി ഡിസേർവ്സ് ഇറ്റ്, അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തതുകൊണ്ട് അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇനി തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് കവറാണ് ഇത്. അയ്യങ്കാളി എന്താ പറയുക പഞ്ചമിയായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു സംഭവമാണ്. പക്ഷേ അയ്യങ്കാളി ഒരു മൈക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, അത് വേറൊരു കാര്യം. എനിവേ, അപ്പം ഈ സമയത്തും അയ്യങ്കാളിയുടെ ഇത്തരം പ്രവർത്തനങ്ങളെയും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു തരം സംഭവമാണ് ഇവർ ചെയ്യുന്നത്. അത് നെവേറ്റ്സ് കൈൻഡ് ഓഫ് അപ്രോപ്രിയേഷൻ, സംശയമില്ല. പക്ഷേ എന്താണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒറിജിനൽ അവിടെ ഇരുന്നിട്ട് അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യണോ, അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഇനി ഇത് നോക്കുക. ഇത് അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നപ്പം ചെയ്ത ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് അമിത്ഷാ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ
നിങ്ങൾക്കറിയാം. ഇത് തൊട്ട് പറയാൻ നോക്കുവാണെങ്കിൽ ഇത് അയ്യങ്കാളിയുടെ 152-ാം ജന്മവാർഷികം ഡൽഹിയിൽ വെച്ച് നടന്നു. അന്ന് അയ്യങ്കാളിയെ പറ്റി മോദിജി ഇങ്ങനെ വളരെ ഇതായിട്ട് സംസാരിച്ചു. അയ്യങ്കാളിയൊക്കെ ഇപ്പോഴാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. റൈറ്റ്, ഇത് നമ്മുടെ ശശി തരൂർ. ഇലക്ഷൻ്റെ സമയത്ത് തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. തരൂരിനെ ജയിപ്പിക്കുന്നതിൽ ഈ പറയുന്ന വിഴിഞ്ഞും പാറശാല അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ദളിത് കമ്മ്യൂണിറ്റിയും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ശശി തരൂർ ഇത് ചെയ്യുന്നത് വേറെ എന്തോരാണ്. ഓക്കെ, ഇത് നിർത്തുവാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളിങ്ങനെ പറയാം. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഗസ്ഹു എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് വരച്ചിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് വരച്ചിട്ടുള്ളത്. അതായത് ഈ കൊച്ചി ബിനാലെ തുടങ്ങിയ സമയത്ത് കൊച്ചിയിൽ എല്ലാ പ്രദേശത്തും നമ്മുടെ കുട്ടൂസനും ഡാഗിനി അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ് അവർ ചെയ്തു വെക്കുന്നത്. സ്ട്രീറ്റ് ഗസ്ഹു, ഇതാരാന്ന് ആർക്കും അറിയത്തില്ല. താഴെ ഗസ്ഹു എന്നാണ് പേര്. അപ്പോൾ ഒരു 4 വർഷം മുമ്പ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് PG സ്റ്റുഡൻറ്റ് പ്രോജക്റ്റ് ചെയ്തായിരുന്നു പുള്ളിയുടെ ഇതിനെ പറ്റിയിട്ട്. അപ്പം അന്ന് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും ഏതോ ഒരു പത്രക്കാർ ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് മെയിലിലൂടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി, അത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ഇഷ്ടംപോലെ വെറുതെ ഒന്ന് ഇൻസ്റ്റയിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു രസകരമായിട്ടൊരു ഇഷ്ടംപോലെ പെയിൻറ്റിങ്ങാണ്. ഇത് അയ്യങ്കാളി ഇങ്ങനെയൊക്കെ കാണിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര എന്താ പറയുക ചെഗുവേരയും ജീൻസൊക്കെ ഇട്ടിട്ട് തലയിൽ കെട്ടൊക്കെ ഉണ്ട്. അയ്യങ്കാളി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അയ്യങ്കാളി ഈസ് എവരിബഡീസ്. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പുള്ളിയുടെ ഒരു അല്ലേ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുവാണ്. എന്തെങ്കിലും കുറേ അധികം ഞാൻ ഹിസ്റ്ററിയൊക്കെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നില്ല. എനിവേ, അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. അന്നേരം എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം. നിർത്തുന്നു. താങ്ക് യു.